ഓ കേരളം ശരിയാവത്തില്ല എന്നേ. ഇത് കേൾക്കുമ്പോൾ ഒരു അടി വെച്ചു കൊടുക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞ്. രണ്ട് കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. 2 Corinthians 2:11. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. For we are not ignorant of his schemes. ഇതാണ് വാക്യം. എൻ്റെ വിഷയം ഇതാണ്, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. പലപ്പോഴും നമ്മൾ നിഷ്കളങ്ക ക്രിസ്ത്യാനികളാണ്. ഈ തന്ത്രങ്ങൾ നമുക്കറിയത്തില്ല. ആര്? ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. നമ്മുടെ അല്ലറ ചില്ലറ തന്ത്രമൊക്കെ കാണും, അത് വേറെ കാര്യം. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാകുന്നില്ല പലപ്പോഴും നമുക്ക്. ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. നമ്മൾ ഈ ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ നമ്മൾ എങ്ങനെ നിൽക്കണമെന്നുള്ളത് ഓർക്കണം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശു കാൽവറി ക്രൂശിൽ നമുക്ക് നേടിത്തന്ന ജയം, അതാണ് അവിടെ പറയുന്നത്. ശത്രുവിനെ എന്തായി? പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇനി ഒന്നുകൂടെ ശത്രുവിനെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല, തോറ്റു കഴിഞ്ഞു അല്ലേ, തോൽപ്പിച്ച് കഴിഞ്ഞു. അവൻ്റെ മേൽ ജയം കൊണ്ടാടി. അപ്പം ആ ജയം കൊണ്ടാടിയ ജയാളിയായ കർത്താവിനോടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഇപ്പം കേട്ടതുപോലെ ബന്ധം നമ്മൾ വെച്ചുകൊണ്ടിരുന്നെങ്കിലേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇനി തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞാലും ആ തന്ത്രങ്ങൾ നമ്മുടെ മേൽ അവൻ പ്രയോഗിക്കുമ്പോൾ അതിന്മേൽ അവനല്ല ജയം, നമ്മൾ അതിൻ്റെ മേൽ ജയമെടുക്കും അല്ലേ. ആ ജയമെടുക്കണമെങ്കിൽ ജയാളിയായ കർത്താവിൻ്റെ സഹായം നമുക്ക് ധാരാളം വേണം. പഴയ നിയമത്തിൽ യഹൂദന്മാരൊരിക്കൽ പ്രവാസത്തിലേക്ക് പോയി. നമുക്കറിയാം 3 പ്രാവശ്യം പ്രവാസത്തിലേക്ക് പോയി, 3 പ്രാവശ്യം അവർ തിരിച്ചു വന്നതായിട്ടും കാണുന്നു. നമുക്കറിയാം 3 ഗ്രൂപ്പായിട്ടാണ് അവർ വന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് സെറുബാബലിൻ്റെ നേതൃത്വത്തിൽ വന്നു. എസ്രായുടെ പുസ്തകം വായിച്ചു നോക്കിയാൽ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അവരെങ്ങനെ തിരിച്ചു വന്നു, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു എന്നറിയാം. രണ്ടാമത് വീണ്ടും എസ്ര 7-ാം അധ്യായം വായിച്ചാൽ അവർ രണ്ടാമതൊരു ഗ്രൂപ്പ് വന്നു. മൂന്നാമതൊരു ഗ്രൂപ്പ് വന്നത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇവർ 3 കൂട്ടരും തിരിച്ചു വന്ന് ചെയ്ത കാര്യം, 1 ആലയത്തെ അവർ പുതുക്കി പണിഞ്ഞു, വീണ്ടെടുത്തു. 2 ആലയത്തിനകത്തുള്ള ശുശ്രൂഷകളെ അവർ തിരിച്ചു വീണ്ടെടുത്തു. 3 നെഹമ്യാവ് വന്ന് യെരൂശലേമിന് ചുറ്റുമുണ്ടായിരുന്ന മതിൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, അതിനെ പണിത് എടുത്തു. ഇങ്ങനെ 3 റെസ്റ്റോറേഷൻ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നെഹമ്യാവിൻ്റെ കാര്യം നമുക്കൊന്ന് എടുക്കാം. നെഹമ്യാവ് ഒരു അന്യരാജ്യത്ത്, പഴയകാലത്ത് നമ്മൾ പറയും പേർഷ്യയിൽ പോയെന്ന് പറയും, ശരിക്കും ഇദ്ദേഹം പേർഷ്യയിലായിരുന്നു. പേർഷ്യയിലെ രാജാവിൻ്റെ കീഴിൽ കൊട്ടാരത്തിൽ നല്ല സൗകര്യമുള്ള, നല്ല ശമ്പളമുള്ള, നല്ല സ്വാധീനമുള്ള, രാജാവിൻ്റെ അടുത്ത് എപ്പോഴും കയറിപ്പോകാനുള്ള സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു നല്ല ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ നാട്ടിൽ നിന്ന് വന്നവരോട് ചോദിച്ചു, നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇതൊക്കെ കൂടുതൽ പോയി ചോദിക്കാറുള്ളൂ. ഇദ്ദേഹം അങ്ങനെ കാഷ്വലായിട്ട് ചോദിച്ചതാണ്, നാട്ടിൽ എന്തൊക്കെ ഉണ്ട് വിശേഷം? വന്നവർ പറഞ്ഞു, അയ്യോ വളരെ സങ്കടമാണ്, അവിടുത്തെ അവസ്ഥ പരിതാപമാണ്, അവിടുത്തെ ഈ പറഞ്ഞ എന്താണ്, മതിലുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തീ വെച്ച് വെന്ത് ചുട്ടൊക്കെ കിടക്കുകയാണ്, വളരെ അപമാനത്തിലും കഷ്ടതയിലുമാണ്. ഇത് കേട്ടപ്പം ആണല്ലേ, അല്ലെങ്കിലും ശരിയാവില്ല. നമ്മൾ ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗൾഫുകാർക്കും ഈ അമേരിക്കക്കാർക്കാണ് വലിയ സോക്കേട്. ഈ അമേരിക്കയിലിരിക്കുന്ന മലയാളിക്ക് ഒരു സോക്കേടുണ്ട്. അവരിങ്ങനെ ടി വി ഇരുന്ന് വല്ലപ്പോഴും ഏഷ്യാനെറ്റൊക്കെ കാണും. അവിടെ സമരം നടക്കുന്നു, മറ്റേ പോലീസുകാർ വന്ന് വെള്ളം ചീറ്റുന്നു, ഇതൊക്കെ ഉണ്ട്. കേരളം ശരിയാവത്തില്ല എന്നേ. ഇത് കേൾക്കുമ്പോൾ ഒരു അടി വെച്ചു കൊടുക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞ്. അവിടെ ഇരുന്നുകൊണ്ട് പറയാൻ വലിയ എളുപ്പമാണ്, കേരളം ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പം മോൻ പറഞ്ഞ പോലാണ് നമ്മൾ വളരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. ഞാനിത് കേട്ട് മടുത്ത് സത്യം പറഞ്ഞത്. അറിയാമല്ലോ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചെറിയ യാത്ര പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പഴയ മലയാളികൾ, ഈ തീരെ ചെറുപ്പക്കാരൊന്നും പറയത്തില്ല, ഇത് ചില പ്രായമുള്ളവർക്ക്, വേറെ റിട്ടയർ ആയിരിക്കുന്നവർക്ക്, അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അവരിരുന്നുകൊണ്ട് ഈ മലയാളം വാർത്ത കണ്ടേച്ചു, കേരളം ശരിയല്ല, അനുഭവിക്കണം, നീയൊക്കെ അവിടെ കിടന്ന് അനുഭവിക്കണം, നിനക്കൊക്കെ വിധി അതാണ്.
അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഇവിടെ വേണം നെഹമ്യാവിനും പറയണം, അനുഭവിക്കണം നീയൊക്കെ അവിടെ. അവിടെ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടോ പേർഷ്യ വന്ന് കണ്ടേ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നു, അല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്നില്ല. എന്ത് ചെയ്തു? ഇരുന്ന് കരഞ്ഞു. കരഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞെങ്കിൽ ഇരുന്നാൽ പോരാ, ഒരു സ്ട്രാറ്റജി മനസ്സിൽ കണ്ടു. എന്താണ്? ഞാനൊന്ന് പോവാം. അപ്പോൾ ഓണം എന്ത് ചെയ്യണം? ലീവ് ചോദിക്കണം. ചെന്ന് ചോദിക്കേണ്ടതില്ല. അതിനുമ്പ് രാജാവ് ഇങ്ങോട്ട് വെച്ച്, എന്തു പറ്റി? കരഞ്ഞോ? മുഖം വാടിയിരിക്കുന്നല്ലോ. കാര്യം പറഞ്ഞു. തിരുമനസ്സേ, വലിയ പ്രശ്നമാണ്. എന്തു പറ്റി? ഇന്ന് നാട്ടിൽ വല്ലൊരു ഇല്ല, വേറൊന്നുമല്ല, എൻ്റെ നാട് വല്ലാത്തൊരു കഷ്ടത്തിൽ കൂടെ പോവാ. എന്ത് ചെയ്യണം? എനിക്കൊരു ലീവ് വന്നാൽ ഞാനൊന്ന് പോയി എന്ത് ചെയ്യാമെന്ന് നോക്കട്ടെ. ലീവ് കൊടുത്തു. അദ്ദേഹം പോയി ആദ്യം അവിടെല്ലാം നടന്ന് കണ്ട് ബോധ്യപ്പെട്ടു, ഇത്രയ്ക്കാണ് ഡാമേജ് അല്ലേ. വന്ന മൂപ്പന്മാരോടൊക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒന്ന് വന്നു, നമുക്കെന്തെങ്കിലും ചെയ്യാം. ഞാൻ രാജാവിനോട്, രാജാവ് എനിക്ക് ലീവും തന്നു, ഇതൊക്കെ പണിയാനുള്ള കുറച്ച് സാമഗ്രികളും തന്നിട്ടുണ്ട്, അപ്പം അത്യാവശ്യം നമുക്കങ്ങ് തുടങ്ങാം. അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായ നമ്മൾ എഴുന്നേറ്റ് പണിയും എന്ന് പറഞ്ഞ് വലിയ ഉത്സാഹത്തിൽ അവരങ്ങോട്ട് പണി തുടങ്ങി. ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതാണ്. പക്ഷെ പണി അങ്ങോട്ട് തുടങ്ങിയപ്പം ദാണ്ട് പ്രശ്നമായി. എന്താണ് പ്രശ്നം? അവിടെ എപ്പോഴും ഓർക്കണം, നമ്മൾ ദൈവഹിതപ്രകാരം ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രവൃത്തിക്കായിട്ട് ഇറങ്ങുമ്പം അവിടെയാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാതിരിക്കരുത്. ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾ പലപ്പോഴും തീരുമാനങ്ങളൊക്കെ എടുത്തു, വചനമൊക്കെ കേൾക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കും. ഞാനിനി ശരിയാ വാക്ക് സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളങ്ങോട്ട് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് നാക്കിനെയൊക്കെ സമർപ്പിച്ച് നാക്കിനെയൊക്കെ രക്തം കൊണ്ട് മുദ്രയിട്ട്, പിന്നെന്തൊക്കെയാ? നാക്കിന് ചുറ്റും തീമതിലൊക്കെ നിർത്തി, പിന്നെന്തൊക്കെയാണ്? ഈ ആത്മീയ ഭാഷകളെല്ലാം അങ്ങ് പറയും. നാക്കിനെ ഇത്രയും കവർ ചെയ്ത് ഒക്കെ അങ്ങോട്ട് ഇറങ്ങി ഓട്ടോക്കാരെ ഇങ്ങോട്ട് വന്നപ്പോൾ 35 രൂപയാണ് കൊടുത്തത്, അങ്ങോട്ട് പോയപ്പോൾ 50 രൂപ ചോദിച്ചു. തീമതിൽ എവിടെ പോയെന്നറിയത്തില്ല, രക്തക്കോട്ട എവിടെ പോയെന്നറിയത്തില്ല, അല്ലേ? ഒരിക്കൽ ഞാനൊരു പ്രാർത്ഥന നടത്തി വെച്ചു ഒരിടത്ത്. ഞാൻ ഒരു ഓട്ടോ പിടിച്ചു. അന്ന് എനിക്ക് പണ്ട് ഞാൻ ടാഗോർ ഗാർഡൻസിൽ താമസിക്കുന്ന കാലത്താണ്. അപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു പണിമുടക്ക് എന്തോ ദിവസം. അപ്പം ഒരു ഓട്ടോ കഷ്ടിച്ചാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കുമാരവരൻ ടാഗോർ ഗാർഡൻസ് പറഞ്ഞാണ് കയറിയത്. അവൻ നേരെ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടി ചവിട്ടി നിർത്തിച്ച് ഇറങ്ങണം. ഞാൻ പറഞ്ഞു, കുമാരവരൻ ഇവിടം വരെ ഉള്ളൂ, ഇത് തന്നെ ഞാനായോണ്ടാ വന്നതെന്നുള്ള മട്ടി. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ പറഞ്ഞു കയറിയത് കുമാരവരെന്നല്ല, എന്നെ വീട്ടിൽ കൊണ്ടുവിടണം. അവനിങ്ങനെ കൂളായിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുക, ഒരു മൈൻഡും ഇല്ല. അവിടെ ഞാനും പുറകിലിരിക്കുക, രണ്ടുപേരും ശീതസമരത്തിലായി. അപ്പോൾ എനിക്കൊക്കെ ദേഷ്യം വരിക. ഉടനെ അവൻ തിരിഞ്ഞിട്ട്, കാശ് തന്നിട്ട് പോണം പാഷറേ. അപ്പോഴാണ് ഞാൻ വെച്ച്, പാഷറ അതെങ്ങനെ അറിഞ്ഞു? കൈ ബൈബിൾ ഇരിക്കുന്നവരെ ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞുതരാം. പുറത്ത് പോകുമ്പോൾ ഒരു ബൈബിൾ കൈ പിടിക്കുന്നത് നല്ലതാണ്. ആ ബൈബിൾ നിങ്ങളെ പിടിച്ചു കൊടുക്കും. ഇത് പറഞ്ഞതും ഞാൻ നല്ല കുട്ടിയായിട്ട് പെട്ടെന്ന് പൈസ പോട്ടാ സോരാ എന്നൊക്കെ അവനെ തട്ടൊക്കെ തട്ടി, പോണം. അവൻ പറഞ്ഞ പൈസയും കൊടുത്ത് ഒറ്റ പോക്ക്. അന്ന് ഞാനൊരു പാഠം പഠിച്ചു, നമുക്കിത് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പം ഇവിടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കും, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പണിയിലും പ്രവൃത്തിയിലും ശുശ്രൂഷയിലൊക്കെ ഞാൻ ഇറങ്ങുമ്പം പിശാച് വന്ന് എന്നെ എങ്ങനെയൊക്കെ തന്ത്രപൂർവ്വം ആ പണിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കും, അല്ലെ ആ പണി മുടക്കും എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് നെഹമ്യാവ് 4-ാം അധ്യായം 1 മുതൽ 3 വരെ ഒന്ന് വായിക്കാം. നെഹമായ ചാപ്റ്റർ 4 1-3. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ ഞങ്ങൾ മതിൽ പണിയുന്നു എന്നുള്ളത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും ഇട്ടില്ല, വൈകിട്ടത്തെ വാർത്തയിലും വന്നില്ല. അത് അറിയും, അത് ഓർത്തോണം. നമ്മളൊരു തീരുമാനമെടുത്തൊരു പ്രവൃത്തിക്കായിട്ട് ഇറങ്ങുമ്പം പിശാച് അത് അറിയും, ഉറപ്പാണ്, അല്ലേ? ആരറിവ് കൊടുത്തൊന്നും അറിയത്തില്ല, അവരറിയും, പിശാച് അറിയും, അല്ലേ? പിശാചിൻ്റെ മണ്ഡലങ്ങളിലൊക്കെ ഈ അറിവ് കിട്ടി. അപ്പം ആദ്യം എന്ത് ചെയ്തു? അവിടെ ഈ പറഞ്ഞ പോലെ ഒരു സൻബല്ലത്തെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ എന്ത് ചെയ്തു? ഭയങ്കര കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. അടുത്തത്, ഈ ദുർബലന്മാരായ യഹൂദന്മാർ. ആദ്യം നമ്മളെന്താ ഇപ്പം പറയുന്നത്? ഈ ദുർബലന്മാരായ യഹൂദന്മാരെ. ഇവിടെ യഹൂദന്മാരൊന്നും ആരും ഇല്ലല്ലേ? ആരെങ്കിലും ഉണ്ടോ? കൈവോ.
ഇല്ല, അല്ലല്ലേ, ഇല്ല, ശരി. അപ്പോൾ യഹൂദന്മാരല്ലാത്ത നമ്മളൊക്കെ ആരാ? നോൺ ജ്യൂസ് ആണോ? ജാതികൾ, പുറജാതികൾ, അങ്ങനെ പറ. ജാതികളായ നമ്മൾ നോക്കണേ, ഈ ദുർബലന്മാരെ ഇവന്മാരെന്ത് ചെയ്യാൻ പോവാ? അടുത്തത്, അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? ഒറ്റ ദിവസം കൊണ്ട് ഇവന്മാര് നന്നാവൂന്നാണോ വിചാരിക്കുന്നത്? ഇന്നോട്ടെന്തോ നാവിനെ കടിഞ്ഞാണിടൂ എന്നൊക്കെ തീരുമാനം എടുക്കുന്ന കണ്ടു. അങ്ങ് നാവങ്ങ് ശരിയാവൂന്നാണോ വിചാരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട്? അടുത്തത്, വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? ചണ്ടിക്കൂമ്പാരങ്ങൾ, ഇതെല്ലാം വെറും തീ വെന്ത് കിടക്കുക. അതിനകത്തുനിന്ന് എന്ത് വരും ഉൽപ്പാദിപ്പിക്കല്ല ഉയർത്തി കൊണ്ടുവരുമെന്നാ പറയുന്നേ. എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമര്യ സൈന്യവും കേൾക്കെ പറഞ്ഞു. ഇതാണ് ശത്രുവിന്റെ ഒരു സ്ട്രാറ്റജി. നമ്മളെ അങ്ങ് താറടിച്ച് നെഗറ്റീവായിട്ട് നമ്മളെ അങ്ങ് നിരുത്സാഹപ്പെടുത്തി ഉറക്കെ അങ്ങ് പറയും. അത് പതുക്കെങ്കിലും പറയണ്ടേ? അവിടെ ഇങ്ങനെ പോലീസുകാരെല്ലാം കേട്ടു അല്ലേ? അവിടെ ശമര്യ സൈന്യവും കേൾക്കെ ഉറക്കെ അങ്ങ് പറഞ്ഞു. പിശാചിന് യാതൊരു ഒരു അനുകമ്പയില്ല. അവനങ്ങ് ഉറക്കെ, അവൻ ഈ പറഞ്ഞ പോലെ ഉറക്കെ അങ്ങ് അലറി വിളിച്ച് നടക്കുന്നൊരു പാർട്ടിയാണ്. അവനങ്ങ് ഉറക്കെ നമ്മളെ റിഡിക്യൂളി. അടുത്ത 3-ാമത്തെ വാക്യം, അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൺമതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. അപ്പോഴുണ്ടോ ഒരുത്തൻ കൂടെ കൂടി. ഇത്രയും നേരം ഒരു പാർട്ടിയാണ് നിന്നത് അല്ലേ? എപ്പോഴും ഓർത്തണം, ഒരുത്തനങ്ങ് എഴുന്നേറ്റ വേറൊരുത്തൻ കൂടെ ഒന്ന് കൂടിക്കോളൂ. 2 പേരായി അല്ലേ? 2 പേര് കൂടി. രണ്ടാമത്തെ ഒന്ന് പറയാ, ഇവന്മാർ ഈ പണിയുന്ന സാധനം ഇവിടെ വലിയ യെരൂശലേമിന്റെ മതിലെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ പുള്ളി എന്നെ പറഞ്ഞെന്തുവാ? കൺമതില്. ഒരു കയ്യാല ഇവന്മാർ പണിയുകയാണ്. അതിൻ്റെ മണ്ടേ കൂടെ ഒരു കുറുക്കൻ, ഇന്നത്തെ കാലത്ത് കുറുക്കൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല, ഒരു മരപ്പട്ടി ഓടിയാൽ അതല്ലെങ്കിൽ പൊട്ട് എന്ത് ചെയ്യും? അതെല്ലാം കൂടെ ഓടിഞ്ഞ് വീഴും. ശരിക്കും പറഞ്ഞാൽ അങ്ങ് കളിയാക്കാൻ തുടങ്ങി അല്ലേ? ഇവിടെയാണ് ആദ്യം പിശാച് നമ്മളോട് പയറ്റുന്ന ഒന്നാമത്തെ തന്ത്രം, ഡിസ്കറേജ്മെന്റ് സ്ട്രാറ്റജി. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി സ്ട്രാറ്റജീസ് ഓഫ് ദി എനിമി. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി ഡിസ്കറേജ്മെന്റ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പം ആദ്യം പിശാച് വന്ന് നമ്മൾ ഈ ചെയ്യുന്ന പണിയെ എന്ത് ചെയ്യും? അങ്ങ് താഴ്ത്തിക്കെട്ടി താറടിച്ച് നമ്മളെ നിരാശപ്പെടുത്തി അത് ഇട്ടിട്ട് പോകത്തക്കവണ്ണം കളിയാക്കാൻ തുടങ്ങും. പക്ഷേ അവിടെ എന്താ ചെയ്തതെന്നറിയാമോ? ഈ ഒരു കുറുക്കം ഓടിയാലും വീഴുമെന്നൊക്കെ പറഞ്ഞപ്പം അവിടെ അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നെഹെമ്യാവ് എന്ത് ചെയ്തു? ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കും. മതി, ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ. അതിൻ്റെ അർത്ഥം ആരോടാ ചെന്ന് പരാതി പറഞ്ഞ നെഹെമ്യാവ്? ശത്രു നമ്മളെ നിന്ദിക്കും, ശത്രു നമ്മളെ ഈ പറഞ്ഞ പോലെ താഴ്ത്തിക്കെട്ടി നമ്മളെ നിരുത്സാഹപ്പെടുത്തി എങ്ങനെയെങ്കിലും ഇത് പണി ഇട്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യും? ആവുന്ന പണിയെല്ലാം ചെയ്യും. പക്ഷെ എന്ത് ചെയ്യരുത്? നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. ആരുടെ മുഖത്തേക്ക് നോക്കണം? ദൈവത്തിൻ്റെ മുഖത്തേക്ക്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവിടെ മാനനഷ്ട കേസ് കൊടുക്കാൻ പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ സൻബല്ലത്തിന് തോപിയാനോട് ചെന്ന് കുസ്തി ഇട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഒരു പാഠം നമ്മൾ പഠിക്കണം. നമുക്ക് പറയാനുള്ളത് ഒറ്റ ഒരാളോടേ ഉള്ളൂ, ദൈവത്തോട് പറയുക അല്ലേ? ദൈവത്തോട് പറയുക. ആക്ച്വലി ദാറ്റ്സ് എ ട്രൂ ക്രിസ്ത്യൻ ക്യാരക്ടർ. നമ്മളെ ഒരാൾ നിന്ദിച്ചു, നമ്മളെ ഒരാൾ ഈ പറഞ്ഞ പോലെ നമ്മളെ നമ്മളെ നിരാശപ്പെടുത്തിയാൽ, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നു, എല്ലാവരും കേൾക്കെ നമ്മളെ പരിഹസിക്കുന്നു. പക്ഷെ അവിടെയും ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, ലെറ്റ്സ് നോട്ട് ലൂസ് അവർ ഫെയ്ത്ത്, ലെറ്റ്സ് നോട്ട് ഗിവ് അപ്പ്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടേണ്ട, നമ്മൾ ഈ പറഞ്ഞ വിട്ടുകളയണ്ട. നമുക്ക് ചെയ്യാവുന്നത്, തുടങ്ങിയ പണി എന്തായാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. കർത്താവ് എന്നെ ഈ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പണി കർത്താവ് എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. പക്ഷേ ഈ നിന്നയും പരിഹാസമൊന്നും ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരുടെ മുഖത്തേക്ക് നോക്കണം? ദൈവമുഖത്തേക്ക് നോക്കി. പരാതി ആവലാതിയും ഉണ്ടെങ്കിൽ ആരോട് പറയണം? ദൈവത്തോടങ്ങ് പറയണം. ദൈവത്തോടങ്ങ് പറയണം. നമ്മളെല്ലാവരും നമ്മളെ ഉത്സാഹിപ്പിക്കുന്നവരാണോ? അല്ല. നിരുത്സാഹിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? എല്ലാവരും നമ്മളെ അങ്ങ് ഈ പറഞ്ഞ പോലെ ഗുഡ് 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 ജോബ് എന്ന് പറയുന്നവരാണ്. അല്ല, നമ്മളെ ഒത്തിരി മടുപ്പിക്കുന്നവരുണ്ടാവും. ഇനി മടുപ്പിക്കുന്ന നിരുത്സാഹപ്പെടുത്തുകയൊക്കെ പോട്ടെ, അതിനെക്കാട്ടിലുമാണ് നമ്മളെ നിന്ദിക്കുക എന്ന് പറയുന്നത് അല്ലേ? നിന്ദിക്കുന്നതാണ് വലിയ പ്രശ്നം. ബാക്കിയെല്ലാം സഹിക്കുക. അതും ഈ പറഞ്ഞ ദൈവമക്കളുടെ ഇടയിലും അത്യാവശ്യം അതുണ്ട്. പലപ്പോഴും ഈ നിന്ദിക്കുന്ന പരിപാടിയൊക്കെ അന്യോന്യമുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യർ നമ്മളെ നിന്ദിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം, ആരോട് പറയാം? ദൈവത്തോട് പറയാം. മനുഷ്യരോട് പറഞ്ഞാൽ അവർ പിന്നെ ആണോ എന്നൊക്കെ പറഞ്ഞ് കേട്ടേച്ച് അങ്ങോട്ട് മാറുമ്പം അവരും പറയും വേണം, ഇച്ചിരി ആവശ്യമായിരുന്നു എന്ന് പറയും. എന്തിനാ അവരും കൂടെ നിന്ദിക്കും നമ്മളെ? അതുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ദൈവത്തോട് പറയാം. അടുത്ത രണ്ടാമത്തെ തന്ത്രം, നെഹെമ്യാവ് 4:7-8 ഒന്ന് വായിച്ചേ.
നെഹമ്യാവ് 4:7-8. യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു. അറ്റകുറ്റം തീർന്നു വരുന്നു. എൻ്റെ അർത്ഥം റിപ്പയർ പണി തുടങ്ങി ഏകദേശം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് കണ്ടപ്പം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങി എന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. ഇത്ര നേരം 2 ആശാന്മാരെ ഉള്ളത്, ഇപ്പൊ ഒരു വലിയ കൂട്ടം കൂടെ കൂടി, ഒരു 3 ഗാങ്ങും കൂടെ കൂടി. എന്നിട്ട് ഇവർക്കെല്ലാം കൂടെ ഒറ്റ കോമൺ ഒരു വികാരമുള്ളൂ. എന്താണ്? മഹാകോപം ജനിച്ചു. ഇതായിട്ട് പറഞ്ഞില്ല, നമ്മളൊന്ന് നന്നാവാൻ നോക്കി നന്നാവുന്നു എന്ന് കണ്ട ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് വെള്ളമടിച്ച് ഇവിടെ വഴി കിടന്നപ്പോൾ, ഓടയിൽ കിടന്നപ്പോൾ ഒരു പ്രശ്നമില്ല. ഓട്ടോക്കാരൻ തൂക്കി വീടിൻ്റെ വരാതെ കൊണ്ട് വെച്ചിട്ട് പോയാലും കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവൻ നന്നായി വേദോസം എടുത്തുകൊണ്ട് പള്ളിയിൽ പോകുന്നു കണ്ട ഓടാൻ എല്ലാവർക്കും രോഷവും കോപവും എല്ലാം വരും. ഇല്ല, ഇവൻ പണ്ട് തെമ്മാടിയായിട്ട് കിടന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു, അല്ലേ? അവസാനം വീട്ടുകാരെ തന്നെ പറയാൻ തുടങ്ങി, നീ ഇങ്ങനെ ചുമ്മാ ഇതൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വേദോസം എടുത്തോണ്ടൊന്നും പോരുത് കേട്ടാ, നാണക്കേടാ. ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അങ്ങ് കോപം തുടങ്ങി. അടുത്ത വാക്യം, യെരൂശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ചില അലയൻസുകൾ ഉണ്ടാവും. അലയൻസ് എന്തിനാണെന്നറിയാമോ? ഈ പണി ചെയ്യുന്നവരെ അതിൽ നിന്ന് മുടക്കാൻ വേണ്ടി, അല്ലേ? അതിനു വേണ്ടി തന്നെ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കും. അവരുടെ കൂട്ടുകെട്ടുണ്ടാക്കുന്ന എന്തിനൊക്കെയാണ്? നമ്മൾ അവർക്ക് നേരെ ചെന്ന് പ്ലോട്ട് ചെയ്യുമെന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എന്താണ്? യുദ്ധം ചെയ്ത് അവിടെ കലക്കം വരുത്തും. വേണ്ടി വന്ന ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓർക്കണം, നമ്മൾ ദൈവ വഴിക്കിൽ മുന്നോട്ട് പോകുമ്പം, നമ്മൾ കർത്താവിൻ്റെ വേലയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പിശാച് വെറുതെ ഇരിക്കത്തില്ല, എങ്ങനെയെങ്കിലും ഒരു കലക്കം ഉണ്ടാക്കും. പ്രിയപ്പെട്ടവർ, അനുഭവങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾ കർത്താവിൻ്റെ വേലയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കലക്കങ്ങൾ വരും. പക്ഷെ ആ കലക്കം വരുമ്പോഴെല്ലാം അവിടെ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനം, അല്ലേ? അപ്പോൾ അവിടെ ഈ 3 കൂട്ടരും കൂടി ഇപ്പോൾ ഈ 2 ആശാന്മാരെ കൂടെ കൂടി, എന്നിട്ട് എല്ലാവരും കൂടെ വലിയ കലക്കം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ വലിയൊരു യുദ്ധം ചെയ്യാനുള്ള പരിപാടിയാണ്, അല്ലേ? അവിടെ 4:11 വായിച്ചേ. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുതേ എന്ന് പറഞ്ഞു. അത് കണ്ടോ? അവൻ ചുമ്മാ ചെന്ന് കലക്കം ഉണ്ടാക്കുമെന്നല്ല, ചെന്നെന്ത് ചെയ്യും? കൊല്ലും. ഈ പണി ചെയ്യുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യും? കൊല്ലും. രാത്രി രഹസ്യമായിട്ട് ചെന്നവരെ കൊല്ലും. കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പണിയത്തില്ലല്ലോ, അല്ലേ? പക്ഷെ നമ്മൾ ഈ ചെല്ലുന്നതും കൊല്ലുന്നതൊന്നും ആരും അറിയരുത്. ഒരു തെളിവ് പോലും അവിടെ അവശേഷിക്കാതെ നമ്മളെല്ലാം തീർത്തിട്ട് അവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്ലോട്ടിംഗ് ആണ് അവിടെ നടന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശത്രു വരുന്നത് എന്തിനാണ്? മോഷ്ടിക്കാനും അറക്കാനും മുടിക്കാനും പിന്നെ കൊല്ലാനും. നല്ലോണം ഓർക്കണം, പിശാചിന് നമ്മളെ കൊല്ലാൻ തന്നെ താല്പര്യം, അല്ല നമ്മളെ നോവിച്ചു വിടാനല്ല. ഈ പാമ്പിനെ അടിച്ചു വിടുക എന്നൊക്കെ പറയും, നോവിച്ചു വിടുക എന്ന് പറയും. അല്ല, നമ്മളെ നോവിച്ചു വിടാനല്ല പിശാച് വരുന്നത്. എന്തിനു തന്നെയാണ്? കൊല്ലാൻ തന്നെയാണ് വരുന്നത്. അത് എത്ര പേര് വിശ്വസിക്കുന്നു? നല്ലോണം ഓർക്കണം, പിശാച് കൊല്ലാനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ സീക്രട്ട് പ്ലോട്ടിങ് എന്താണ്? കൊല്ലണം. കൊന്നാലും സാരമില്ല, പണി നിൽക്കുമല്ലോ. ഇന്ന് നമ്മളെ കൊന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? പണി നിൽക്കുമല്ലോ, അല്ലേ? പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ അനേക ഔട്ട്റീച്ചുകളുണ്ട് ഈ ചർച്ചിൽ. നിങ്ങൾ പലരും ഔട്ട്റീച്ചിൽ ആക്റ്റീവാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ ചെയ്യുന്ന ശുശ്രൂഷ പിശാചിന് ഇഷ്ടമുള്ള ശുശ്രൂഷയെ അല്ല, അല്ലേ? നരകത്തിലേക്ക് ചീട്ടും പിടിച്ച് പോകുന്നവരെ അതിൽ നിന്ന് മടക്കി നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പിശാച് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഏത് വിധേനയും നിങ്ങളെ തകർക്കുവാൻ എല്ലാ പദ്ധതിയും പിശാച് കൂട്ടും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അവിടെ എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെ, ഞാൻ സമയം കുറവുകൊണ്ട് വായിപ്പിക്കുന്നില്ല. 6-ാം അധ്യായം 10 മുതൽ 18 വരെ നോക്കുമ്പം അവിടെ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് നമ്മൾ ശത്രുവിനോട് എന്ത് ചെയ്യണം? പോരാടണം. പഴയ നിയമത്തിലെ നെഹമ്യാവിൻ്റെ സ്ട്രാറ്റജിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പുതിയ നിയമമായിട്ട് ചേർത്ത് പഠിക്കണം. ഇന്ന് നമുക്കും ഇതേ പോരാട്ടം ഉണ്ടെങ്കിൽ, ഇതേ ശത്രു നമുക്കെതിരെയും വരുന്നുവെങ്കിൽ നമുക്കൊറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം അവിടെ നെഹമ്യാവ് 4:15 വായിച്ചേ. ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങൾ എല്ലാവരും മതിലിങ്കൽ താന്താന്റെ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാൻ ഇടയായി. കണ്ടോ, അവിടെ ഒരു വാക്കായിരിക്കുന്നത്, ഞങ്ങൾക്ക് അറിവ് കിട്ടി പോയി. താങ്ക് ഗോഡ്, അല്ലേ? ശത്രു എന്തൊക്കെ തന്ത്രം
എവിടൊക്കെ നമുക്കെതിരെ മെനയുന്നുവെങ്കിലും ദൈവം അതെങ്ങനെയെങ്കിലും നമ്മുടെ അറിവിലേക്ക് അത് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നോക്കി, അറിവ് കിട്ടിപ്പോയി എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പലപ്പോഴും നമുക്കെതിരെ ശത്രു എന്തൊക്കെ തന്ത്രങ്ങൾ എവിടെയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ദൈവകൃപയാൽ അതെല്ലാം നിഷ്ഫലമായി പോകാനും ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞൊരു സാക്ഷി ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു സുവിശേഷകനായിരുന്നു. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായിരുന്നു. ഇതും കൊണ്ട് ഇയാൾ ഇങ്ങനെ ഗ്രാമം തോറും പോയി സുവിശേഷം പറഞ്ഞ് അനേകരെ കർത്താവിലേക്ക് നേടി. തമിഴ്നാട്ടിലെ ഒരു വളരെ പ്രസിദ്ധനായൊരു സുവിശേഷൻ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോഴേ ആൾക്കാർക്ക് നല്ലോണം അറിയാം. അദ്ദേഹം ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പോയി, പല ഗ്രാമങ്ങളിൽ പോകും, എന്നിട്ട് രാത്രി ഒരു സമയത്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സ്ഥിരം വരുന്ന വഴിയുണ്ട്. ആ വഴിയിൽ ചിലർ വിചാരിച്ചു ഇവനെ തീർത്തിട്ടേ ഉള്ളൂ കാര്യം. അവരെന്ത് ചെയ്തു? കവനം കുറഞ്ഞ കെട്ടുകമ്പി ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു മരത്തിൽ നിന്ന് വലിച്ച് റോഡിന് കുറുകെ മറ്റേ മരത്തിലേക്ക് കെട്ടിവെച്ചു. അപ്പോൾ ഇയാൾ നല്ല സ്പീഡിൽ ബൈക്കിൽ വരും, നേരെ ഈ കമ്പി കഴുത്തി കുരുങ്ങി ഇയാൾ ചാവും. അപ്പോൾ ഇവരത് അത് കമ്പിയാകുമ്പോൾ കാണത്തില്ലല്ലോ, കെട്ടിയിട്ട് കൃത്യമായിട്ട് ഇമാരെ 2 മരത്തിൻ്റെ മണ്ടേ കയറി കാത്തിരിക്കുക. അങ്ങനെ ഉറക്കം തൂങ്ങി ഇരുന്നപ്പോണ്ടാ ഒരു സമയമായപ്പോൾ ഇദ്ദേഹം സുവിശേഷ വേലയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം വരികയാണ്. അപ്പോൾ സാധാരണ വരുന്ന വഴിയായിട്ട് അദ്ദേഹം നല്ല സാധാരണ പോലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുടെ ചങ്കിടിക്കാൻ തുടങ്ങി. ഇപ്പം കുരുങ്ങും. നല്ല സ്പീഡിലും അങ്ങനെ വന്നുകൊണ്ടിരുന്നത്, കാരണം ആ വഴിയിൽ വേറെ ആരുമില്ല. നല്ല സ്പീഡിലാണ് ബുള്ളറ്റ് വരുന്നത്. അപ്പോൾ അവർക്ക് സന്തോഷമായി. ദൂരെ നിന്ന് ലൈറ്റും കുട്ടുകുട്ടാ സൗണ്ട് കേൾക്കുന്നു. ഇപ്പം വന്ന് കുടുങ്ങി ആൾ ചാവും. പക്ഷേ അയാൾ വന്ന സ്പീഡിൽ നേരെ മുന്നോട്ടങ്ങ് പോയി. യുവമാർക്ക് പിടികിട്ടുന്നില്ല ഇതെന്തു പറ്റിയെന്ന്. യുവമാരാ എത്ര ആലോചിച്ചിട്ടും പിടിയില്ല. എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ എത്തിയപ്പോൾ ഒരു തുമ്മൽ വന്നപ്പം ഇങ്ങനെ ഒന്ന് കുനിഞ്ഞു, അയാളങ്ങ് പോയി. നെല്ലൈ ജബരാജ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പഴയ ആൾക്കാർക്കറിയാം, തമിഴ്നാട്ടുകാർക്കറിയാം. നോക്കണേ, അവിടെ എത്തിയപ്പോൾ ഒരു തുമ്മൽ വന്നു. ആ തുമ്മൽ അദ്ദേഹത്തെ രക്ഷിച്ചു. ഇതുപോലെ എത്ര തുമ്മൽ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോൾ കുടുങ്ങിയും ചോദിച്ചാൽ മതി. അദ്ദേഹം പിന്നെയും ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിച്ചിട്ടാണ് അദ്ദേഹം, ചില നാൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഞാനിത് പറഞ്ഞതിന് കാരണം, ഇതുപോലെ ശത്രു എത്ര തന്ത്രവും നമുക്കെതിരെ മെനയട്ടെ, പക്ഷേ അതിനെല്ലാം ഫ്രസ്ട്രേറ്റ് ചെയ്യുവാനുള്ള ഒരു വഴിയും ദൈവം കണ്ടുവച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ നോക്കിയേ, അവർ തന്ത്രമൊക്കെ നമുക്ക് നേരെ മെനഞ്ഞെങ്കിലും അത് നമ്മൾ നേരത്തെ അറിഞ്ഞു അല്ലേ? അറിഞ്ഞപ്പോൾ ഇനി സൂക്ഷിക്കുമെന്ന് നമ്മൾ വളരെ ജാഗരൂകരാകുമെന്ന് കണ്ടപ്പം അവരെന്ത് ചെയ്യും? ഈ ശരിയാവില്ല എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരിട്ടേച്ച് പോയി. പണി അതുകൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോൾ രണ്ടാമത്തെ തന്ത്രം എന്തുമായിരുന്നു? നമ്മളെ ദ്രോഹിക്കാനുള്ള ഒരു രഹസ്യ തന്ത്രം അല്ലേ? സീക്രട്ട് പ്ലോട്ടിംഗ് സ്ട്രാറ്റജി എന്ന് പറയാം. ആദ്യത്തേത് ഡിസ്കറേജ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരുന്നു. രണ്ടാമത്തേതൊരു സീക്രട്ട് പ്ലോട്ടിങ്, അല്ലാതെ ഒരു രഹസ്യ ദ്രോഹതന്ത്രം. നമ്മളെ ദ്രോഹിക്കാനുള്ളൊരു തന്ത്രം വിട്ടെങ്കിൽ അത് രഹസ്യമായിട്ടാണ് ഒരു തന്ത്രം വിട്ടത്. പക്ഷേ എന്ത് ചെയ്തു? അതും ചീറ്റിപ്പോയി. മൂന്നാമത്തെ കാര്യം നോക്കാം. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോൾ പണി എപ്പോഴത്തേക്കും പിന്നെയും പോവാ അല്ലേ? താഴേന്ന് തുടങ്ങി ഇപ്പം നാണ്ട് ഓരോരോ മുകളിലോട്ട് മതിലിങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പം വന്നപ്പോഴാണ് 6-ാം അധ്യായം 2-ാം വാക്യം. സൻബല്ലത്തും ഗേശേമും എന്റെ അടുക്കൽ ആളയച്ചു, വരിക, നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. അടുത്തത് എന്തിനാണ് വിളിക്കുന്നത്? നമുക്കൊരു കമ്മിറ്റി കൂടാം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവരുമായിട്ട് എന്താ ബന്ധം അല്ലേ? ഈ പണിയെ ആദ്യം മുതൽ എതിർക്കുന്നവരാണ് ഈ കൂട്ടര്. പക്ഷെ അവർ കണ്ട് ഒരാൾ പറഞ്ഞു വിടുകയാണ്. എന്താണ്? പെട്ടെന്ന് വരണം. എന്താണ്? നമുക്കൊരു യോഗം കൂടണം അല്ലേ? നമുക്കൊരു യോഗം കൂടണം. ഞാൻ ചോദിച്ചോട്ടെ, എന്ത് യോഗം കൂടാനാ അല്ലേ? ഇദ്ദേഹം ദൈവത്തിൽ നിന്നൊരു ആലോചന അദ്ദേഹത്തിന് കിട്ടിയെന്ന് വേണേൽ കൂട്ടാം. ദൈവത്തിൻ്റെ ഫേവർ അതുകൊണ്ടുണ്ടായി. വന്ന് അവിടെയുള്ള മൂപ്പന്മാരോട് പറഞ്ഞു, ജനം മുഴുവൻ ഉത്സാഹത്തോടെ നമുക്ക് പണിയാമെന്ന് പറഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പം ഇതേണ്ട ഈ പണി ആദ്യം നിന്ദിച്ചു, കളിയാക്കി, കോപിച്ചു, തന്ത്രം മെനഞ്ഞു. ഇതൊന്നും നടക്കാത്തവൻ പറയാ, വാ നമുക്ക് സംസാരിക്കാം, നമുക്ക് യോഗം കൂടാം. ഞാൻ ചോദിച്ചോട്ടെ, അതിനെ നമുക്ക് എന്ത് സ്ട്രാറ്റജി എന്ന് പറയാം? കോംപ്രമൈസിങ് സ്ട്രാറ്റജി. എന്താണ്? ഒരു അനുരഞ്ജനം, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച, അല്ലെങ്കിൽ നമുക്കൊരു ഒത്തുതീർക്കാൻ അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമുക്ക് ഒത്തുതീർപ്പ് വല്ലതും ഉണ്ടോ?
ഇപ്പം ഞാൻ സത്യം പറയട്ടെ, ക്രിസ്തീയ സഭകളും ക്രിസ്തീയ നേതാക്കന്മാരും ഒത്തിരി ഒത്തുതീർപ്പ് രാഷ്ട്രീയക്കാരുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാൻ ഡീറ്റെയിൽസ് പറയാൻ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്. എനിക്കറിയാം, ചില കാര്യങ്ങളൊക്കെ നേരിട്ട് എനിക്കറിയാം. എന്തിനാണ് ഇങ്ങനെ പോയി ഒത്തുതീർപ്പ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സുവിശേഷം ഇനി പറയരുത് കേട്ടോ, പറയില്ല. യേശു മാത്രമേ രക്ഷകൻ ഇനി പറയരുത്. രോഗികൾക്ക് വേണ്ടി അങ്ങനെ പോയി പ്രാർത്ഥിക്കരുത്. നരകം ഉണ്ടെന്ന് പഠിപ്പിക്കരുത്. പഠിപ്പിക്കില്ല. എന്താണ് ഒത്തുതീർപ്പ്? എന്താണ് അനുരഞ്ജനം? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു വലിയ പ്രഷർ പ്രത്യേകിച്ച് ഈ നേതൃത്വം നിൽക്കും ഞങ്ങളുടെ മേലിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നെയും പലരും വിളിക്കുന്നുണ്ട്. വെറുതെ ഇലക്ഷൻ സമയത്ത് ഒരുപാട് പേര് വിളിക്കും. ഇന്നും എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. ഞാനത് വേണ്ട എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒന്ന് വന്നോട്ടെ. ഇപ്പം എല്ലാം നമ്മുടെ ഭിത്തിയിലെല്ലാം പോസ്റ്ററിലും ഫ്ലക്സിലും ഒക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും, അല്ലേ? ഈ ചിരിക്കുന്നവർ ഇപ്പം ഭിത്തിയിലേക്ക് ഇരുന്ന് ചിരിക്കും. അവർ വേണം എവിടെയും വന്ന് ചിരിച്ചിട്ട് പോവും. പക്ഷെ അടുത്ത 5 വർഷത്തേക്ക് അവരെ കാണത്തില്ല. ഈ ചിരിയൊക്കെ ഈ ഭിത്തി മാത്രമേ ഉള്ളൂ. വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരുടെയും ചിരിയില്ല, ഒന്നുമില്ല, അല്ലേ? അപ്പം ഇവിടെ ഒരു അനുരഞ്ജനം, ഒരു ഒത്തുതീർപ്പിന് എപ്പോഴും പിശാച് വന്ന് കോംപ്രമൈസ് ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കും. പക്ഷേ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ വിളിക്കുമ്പം അവിടെ എന്താണ് പറഞ്ഞത്? 6:3 അതിന് നെഹമ്യാ പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റാ. ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു. എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ടു നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുവാൻ എന്തിനെന്ന് പറയിച്ചു. എന്ത് നല്ല ഉത്തരവാന്ന് നോക്കിയേ. ഇങ്ങോട്ട് ഒരു അറിയിപ്പ് വന്നു. എന്താണ്? പെട്ടെന്ന് ഒരു മീറ്റിങ്ങിന് വരണം. അവിടെ ഞാൻ തിരിച്ചങ്ങോട്ട് ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. എന്താണ്? ഞങ്ങളൊരു വലിയ വേല ചെയ്തുകൊണ്ടിരിക്കുക. ആ വേല വിട്ടിട്ട് ഇപ്പം സംസാരിക്കാൻ വന്നാൽ വേല മെനക്കെടും, അതുകൊണ്ട് വിട്ടേരെ, വരുന്നില്ല. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? പറയും, നമ്മൾ കർത്താവിൻ്റെ വേലയിലാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ചെയ്യുന്ന വേലയിലായിരിക്കണം, അല്ലേ? വി ആർ ആക്ച്വലി ഓൺ എ മിഷൻ, അല്ലേ? അതിനാണ് പ്രാധാന്യം കൂടെ. അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്ന ഒരു കാര്യത്തിനും നമ്മളായിട്ട് പോയി തലവെക്കരുത്. ഇന്നത് ഏറ്റവും വലിയ പ്രശ്നം. എനിക്കറിയാം, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോക്കസ് നഷ്ടപ്പെടുത്തി നമ്മളെ മെനക്കെടുത്തിക്കാനാണ് പിശാച് നോക്കുന്നത്. ഈ അബദ്ധം പലപ്പോഴും ക്രിസ്ത്യൻ ലീഡേഴ്സ് ഒരുപാട് കാണിക്കാറുണ്ട്, പാസ്റ്റേഴ്സ് പ്രത്യേകിച്ച് കാണിക്കാറുണ്ട്. ഞാൻ ഒത്തിരി കാണിച്ചിട്ടുമുണ്ട്. പലപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പോയി ഈ പറഞ്ഞ പോലെ അല്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് നമ്മുടെ സമയവും കാലവും എല്ലാം പോയി അവസാനം ചീത്തപ്പേരും നാണക്കേടും കിട്ടിയിട്ടുണ്ട്. പിന്നീട് ചിന്തിക്കും, എന്തിനാണ് ഈ പോയതെന്ന് ചിന്തിക്കും, അല്ലേ? അപ്പം ഇവിടെ നെഹമ്യാ പറയാം, ഞാനൊരു വലിയ വേല ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനിടയിൽ നിന്ന് വന്നാൽ വേല മെനക്കെടും, അതുകൊണ്ട് ഞാൻ വരത്തില്ല. അതുകൊണ്ട് ആ കോംപ്രമൈസിന് എന്ത് ചെയ്തില്ല? അതിൽ വീണില്ല. അപ്പം ആ സ്ട്രാറ്റജിയും പോയി. അടുത്തൊരു സ്ട്രാറ്റജി എടുത്തു. 6-ാം അധ്യായത്തിൻ്റെ 6-7 വായിച്ചേ. അതിൽ എഴുതിയിരുന്നത്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. ഒരു ചെറിയൊരു റൂമറുണ്ട് കേട്ടാ. എന്തോന്നു? നീ ചുമ്മാ മതിൽ പണിയാനൊന്നും അല്ല വന്നത്. നീ മതിലിൻ്റെ പേരും പറഞ്ഞു വന്ന് കുറെ ആളിനെയൊക്കെ സംഘടിച്ച് ഒരു സംഭവം തുടങ്ങി. അവസാനം നീ അവർക്ക് കയറി നേതാവാകാനും അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന് നിന്നെ കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവി. എല്ലാം റൂമറാണ്. പുള്ളിക്ക് എല്ലാം എന്താണ്? റൂമറാണ്. തെളിവുണ്ടാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷെ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടു, ഞാൻ എവിടെയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഇതൊക്കെയാണ് പറയുന്നത്. ഒരു റൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്തത് ഗശ്മൂവും അങ്ങനെ പറയുന്നു. ആധികാരികത പറയാൻ വേണ്ടിയാണ്. പിന്നെ ആ പാർട്ടിയും അങ്ങനെ പറഞ്ഞു കേട്ടോ, ഒരുത്തൻ്റെ പേരും കൂടെ എടുത്തിട്ട്, അല്ലേ? ആലോചിച്ച് നോക്കി, എന്ത് തന്ത്രപൂർവ്വം നോക്കി പിശാച് അവരെന്ന് പറയുന്നത്. അടുത്തത് രാജാവും ഇപ്പോൾ ഈ കേൾവി. അടുത്തത് അതിൻ്റെ കൂടെ ചെറിയൊരു വരട്ട്. ഇപ്പം ഞങ്ങളെ കേട്ടുള്ളൂ, ഇത് കേട്ട് രാജാവും കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. വീണ്ടും എന്താണ് പറയുന്നത്? നേരത്തെ വിളിച്ചപ്പോൾ നീ ഉഴപ്പി, ഇനി വന്നേ പറ്റൂ. കാര്യം എന്താ? നിന്നെപ്പറ്റി ചിലതൊക്കെ ഇവിടെ കേൾക്കുന്നു. എന്താണ്? നീ ഒരു രാജാവിനെതിരെ നീ എന്തൊക്കെയോ ചെയ്യും, നീ ഒരു നേതാവ് വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് തുടങ്ങി. അപ്പം അതെന്ത് സ്ട്രാറ്റജിയാണ്? അക്യൂസേഷൻ സ്ട്രാറ്റജി എന്ന് പറയും. കുറ്റപ്പെടുത്തുക, ആരോപിക്കുക, കുറ്റം ആരോപിക്കുക,
അല്ലേ? നമുക്കറിയാം നെഹമ്യാവ് മര്യാദയ്ക്ക് വന്ന് ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പണി, അതിനപ്പുറം ഒരു ഇൻറ്റൻഷൻ നെഹമ്യാനില്ല. പക്ഷെ ഇയാളെ പറ്റി പറയുന്നത് എന്താ? നീ പ്രവാചകന്മാർക്കൊക്കെ കാശ് കൊടുത്ത് അവരെ കൊണ്ട് ഓരോന്നൊക്കെ പറയിപ്പിച്ച് നീ ഒരു സെൽഫ് മെയ്ഡ് ഒരു നേതാവായി നീ ഇവിടെ എന്തൊക്കെയോ പിടിച്ചെടുക്കാൻ പോവാ. രാജാവും മിക്കവാറും ഇതിപ്പം അറിയും. രാജാവ് പറഞ്ഞാൽ അറിയാമല്ലോ നിന്റെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞ് ഇവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവിടെ നെഹമ്യാവ് അതിൻ്റെ എങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്നറിയാമോ? എനിക്കതാണ് ഏറ്റവും ഇദ്ദേഹത്തോടുള്ള സ്നേഹം. ഈ മനുഷ്യൻ എന്തൊക്കെ സ്ട്രാറ്റജി പിശാച് എടുക്കുമ്പോഴും അതിനെയൊക്കെ പുള്ളി പ്രതികരിക്കുന്നത് എങ്ങനെയാ നോക്കി 9-ാം വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർ ഒക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തും. അപ്പം ധൈര്യത്തിന് വേണ്ടി ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത്? ആരോടാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ട് പറയുമ്പം സത്യം പറഞ്ഞാൽ അത് ഭയങ്കര വേദനയാണ്. അങ്ങനെ കടന്നു പോയിട്ടുള്ളവരുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും, അല്ലേ? നമ്മൾ മനസ്സാ വാച അറിയാത്തൊരു കാര്യം നമ്മളെപ്പറ്റി പറയുകയും കുറ്റപ്പെടുത്തുകയും കഥയുണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പം വലിയ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഈ കുറ്റപ്പെടുത്തിയവരോട് നേരിട്ട് പുള്ളി ഒന്നും ചെയ്യുന്നില്ല. പുള്ളി അതിനൊന്നും പകരം പറയാൻ പോയില്ല, അതിനൊന്നും ന്യായീകരിക്കാനും ഒന്നും പോയില്ല. പകരം നേരെ ചെന്ന് ദൈവത്തോടാണ്, ഇവരിത് ചെയ്യുന്നത് എന്തിനാണെന്ന് പറയാം, ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകാനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകൾ അനുഭവിച്ച് മടുത്തു, എനിക്കിനി വയ്യ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും, പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്നവർ പുറത്തുള്ളവർ തന്നെ ആണോന്നില്ല, അല്ലേ? ചിലപ്പം ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കാം, ഏറ്റവും അടുപ്പമുള്ള, ചിലപ്പോൾ കുടുംബത്തിൽ നിന്നായിരിക്കാം, സഭയിലെ ആയിരിക്കാം, ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ അവിടെയും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ പരാതി ഒരു മനുഷ്യനോടും പറയണ്ട, നേരെ പോയി ആരോട് പറയണം? ദൈവത്തോട് പറയണം. അപ്പോൾ കൃത്യമായിട്ടാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ എന്നെ ധൈര്യപ്പെടുത്തണമേ. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? എവിടെയോ ഒരല്പം ധൈര്യം ഒന്ന് കുറഞ്ഞു. നമ്മൾ മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ, നമുക്കും ധൈര്യം, എല്ലാവരും നമുക്കെതിരെ വന്ന് കുറ്റപ്പെടുത്തുകയും അല്ലേ നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ധൈര്യം ഒന്നും കുറയും. അവിടെയും ദൈവത്തോട് ധൈര്യം ചോദിക്കുന്നതാണ് ഏറ്റവും അനുകരണീയമായ കാര്യം. അടുത്തത്, അതും ചീറ്റിപ്പോയി. 4 സ്ട്രാറ്റജി നമ്മൾ കണ്ടു, അതും പോയി. അടുത്തൊരു സ്ട്രാറ്റജി, 5-ാമത്തത്. നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് വന്ന് പണിയൊക്കെ കഴിഞ്ഞു, ഈ പറഞ്ഞ പോലെ നടന്നു, അല്ലേ? കാര്യം ഒരു തരത്തിൽ ഇവരുടെ പണി മുടക്കാൻ കഴിയുന്നില്ല, പണി നടന്നു. പക്ഷെ അടുത്ത് വിടുന്നില്ല. പിശാച് ആരോണ്ട് പറഞ്ഞ പോലെ ഒരു നാണം കെട്ടവനാണ്, പോത്തില്ല. നമ്മൾ വിചാരിക്കുന്നവരെ, നമ്മളൊക്കെ ആണെങ്കിൽ പിശാചിനേക്കാളും കുറച്ചുകൂടെ നാണമുണ്ട് നമുക്ക്, നമ്മൾ ഇതിനു മുമ്പേ പോയതിനെ ഇട്ടിട്ട്. പക്ഷെ പിശാച് പോത്തില്ല, പിന്നെയും കറങ്ങി നിൽക്കും. അവിടെ മതിലിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് മന്ത്രിയൊക്കെ വന്നിട്ട് പോയി നാടയൊക്കെ മുറിച്ചു, എന്നിട്ടും പുള്ളി അവിടെ കറങ്ങിക്കും. ഇനി എന്ത്? ഇത് മുടക്കാനല്ലേ നോക്കിയത്, അത് നടന്നില്ലാണ്ട് അവർ പണിഞ്ഞു കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പോയി. പുള്ളി പിന്നെയും കറങ്ങിക്കുക ഇല്ല, അത് കഴിഞ്ഞു. അടുത്ത എനിക്കിനിയും സ്ട്രാറ്റജി ഉണ്ട്. എന്താണ്? അതിൻ്റെ 13-ാം അധ്യായം 7, 8, 9 വരെ വായിച്ചേ. ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വന്നാറെ ഏലിയാശീബ് തോബിയാവിന് ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. തിരിച്ചു വന്നപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്. ആ ദൈവാലയത്തിനകത്ത് ഒരു മുറി തൻ്റെ കൂടെയുള്ളൊരു കക്ഷി കാശ് മേടിച്ച് മറിച്ച് വിറ്റ് കളഞ്ഞു. ഇത് ആർക്കാ കൊടുത്തതെന്നറിയാമോ? പള്ളിയിലെ ഒരു ആഫീസ് RSSൻ്റെ കാര്യാലയമായിട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇനി അതിൽ പറയൊരു നല്ല ഉദാഹരണമില്ല എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. ദേവാലയത്തിൻ്റെ ഒരു മുറി, ദേവാലയത്തിൽ അവിടെ മുറികൾ ഒത്തിരി ഉണ്ടായിരുന്നു, പല പല കാര്യങ്ങൾക്ക് ആ മുറികൾ ഉപയോഗിച്ചിരുന്നത്, അല്ലേ? ദൈവാലയ സംബന്ധിയായ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ട മുറിയാണ്. പക്ഷെ ഇത് ആർക്ക് കൊടുത്തു? തോബിയാവ്. ഓർമ്മയുണ്ടോ ആ പേര്? ഈ പാർട്ടിയാണ് ആദ്യം ബഹളം വെച്ചത്, അല്ലേ? അന്ന് ബഹളം വെച്ച് ഇതിനെ മുടക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഇപ്പം പണി കഴിഞ്ഞപ്പം കൃത്യം അവന് ഇതിനകത്തൊരു മുറി കിട്ടി. ഇന്ന് ദൈവസഭയുടെ ഏറ്റവും വലിയൊരു അവസ്ഥയാണിത്. നമ്മളൊരു പരുവത്തിലൊക്കെ ഈ പണിയൊക്കെ വല്ലവിധനെയും മുന്നോട്ട് കൊണ്ടുപോയി ഇതെല്ലാം പിടിച്ചു തന്നു. ഈ 4 സ്ട്രാറ്റജി നമ്മൾ പിടിച്ചു തന്നു. അവസാനം നോക്കിയപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഉള്ളിലൊരു അറ തുറന്ന് ശത്രു ഇതിനകത്ത് വന്ന് അവൻ്റെ സാധനം എടുത്ത് വെച്ചിരിക്കുന്നു. അവൻ പൂട്ടി. ഇപ്പം താക്കോൽ ആരുടെ കയ്യിലാണ്? അവൻ്റെ കയ്യിലാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ചില മേഖലകൾ ആരിപ്പോൾ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുക? പിശാച്.
അത്ര ഏരിയയുടെ ഇപ്പം അവകാശി ആരാ? അവനാണ്. ഇപ്പം അത്ര ഏരിയയുടെ താക്കോൽ ഇപ്പം ആരുടെ ഇല്ല? അവൻ്റെ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാചിന് അറ കൊടുത്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ശരി, അതിൻ്റെ താഴ്ത്തു വായിച്ചേ. അതെനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട്. ഈ നെഹമ്യാവ് ഈ പാടക്കപ്പെട്ട് ഈ ഇത്രയും പണി ചെയ്തിട്ട് ഒന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനൊരു ദോഷം കണ്ടിരിക്കുന്നത്. അത്യന്തം വ്യസനമായി. വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. കണ്ട, പുള്ളി ആ മുറിക്കകത്ത് എന്താണ് ഇട്ട് വെച്ചിരുന്നത്? വീട്ടു സാമാനം. പുള്ളിക്ക് വീടില്ലേ? അങ്ങനെ വീട്ടു സാമാനം കൊണ്ട് പള്ളി കൊണ്ടുവച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ വായിച്ചൊരു കാര്യം ഇതാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. ഡോണ്ട് ഗിവ് റൂം ടു ദി എനിമി. പിശാചിന് ഈ പറഞ്ഞ പോലെ ഇടം കൊടുത്താൽ അവൻ കൃത്യമായിട്ട് ഒരു കാല് വയ്ക്കാൻ സ്ഥലം കൊടുത്താൽ മതി, അവൻ കൃത്യമായിട്ടും ഇങ്ങനെ കൂടെ പറ്റും. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവം നമ്മോട് വ്യക്തമായി പറഞ്ഞു, മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അറ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ വീട്ടു സാമാനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവനത് വെച്ച് പൂട്ടി താക്കോലെടുത്തുകൊണ്ട് പോകും. പിന്നെ നിനക്കവിടെ അവകാശമില്ല, കൺട്രോളും ഇല്ല, ഒന്നുമില്ല. കാരണം നിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഇനി അവന് അവകാശിയാണ് അവിടെ, അല്ലേ? ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പല അറയുണ്ടെന്നുള്ള ഡോക്ടേഴ്സിന് അറിയാം. അങ്ങനെയെങ്കിൽ ഇതിൽ ചില അറ നമ്മൾ ശത്രുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ അവകാശം പിശാചിനാണെങ്കിൽ നമുക്കൊരു ജയജീവിതം നയിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ വളരെ ശാന്തമായിട്ടല്ലേ കാര്യങ്ങൾ പറയുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അറ പിശാചിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്ന് നമ്മൾ ഒഴിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. എന്താണ് വക്കീലന്മാരുടെ ഭാഷ പറഞ്ഞ? എവിക്ഷനോ ഇന്ന് നടത്തണം. എന്താണ്? ഇറക്കി വിടണം, അല്ലേ? ഇന്ന് നമ്മളെ ഇറക്കി വിടണം. എവിടെയൊക്കെ പിശാച് അന്യായമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് അവകാശം പറഞ്ഞിരിക്കുന്നുവോ ഇന്ന് അത് കൂടി ഒഴിപ്പിച്ചിട്ടേ പോകാവൂ. തയ്യാറാണോ? കൂടി ഒഴിപ്പിക്കാൻ തയ്യാറാണോ എല്ലാവരും? ഈ നമ്മൾ പറയാറില്ലേ ഈ ഒരു വിടുതൽ എന്നൊക്കെ പറയും, ഇതാണ് ശരിക്കുള്ള വിടുതൽ, അല്ലേ? എവിടെയോ ഒരു അറ ബന്ധിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് ആ അറയുടെ അവകാശം തിരിച്ച് നമ്മൾ എടുക്കണം, അല്ലേ? പിശാചിനെ അവൻ്റെ സാധനം ദൂരെ കളഞ്ഞിട്ട് എന്ത് അത് കൃത്യമായിട്ട് അപ്പോൾ ചെയ്തിരിക്കുന്നത്, വീട്ടു സാമാനങ്ങളൊക്കെ എടുത്ത് അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. ഒരു ദാക്ഷിണ്യം ഇല്ല, എടുത്ത് എന്തൊക്കെ ആയിരുന്നിരിക്കും, അല്ലേ? എടുത്ത് ആ എറിഞ്ഞ ആ ഏറൊക്കെ ഒന്ന് കാണണമായിരുന്നു, അല്ലേ? മതിലിന് വെളിയിലോട്ട് ഒരു ആ എറിഞ്ഞ് ചെന്ന് വീണ് ചിലതൊക്കെ കാലും കൈ കുടിഞ്ഞാണോ അതിൻ്റെയൊക്കെ വീട്ടു സാമാനങ്ങളല്ലേ, ഫർണിച്ചറൊക്കെ പൊട്ടിപ്പോയി. ഒരു ദാക്ഷിണ്യവും ഇല്ല, ഇല്ലേ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനെയൊക്കെ എടുത്ത് പാർസൽ ചെയ്ത്, അല്ല ഇതിനെയൊക്കെ പാക്ക് ചെയ്ത് കാർഗോ പിടിച്ച് കൊണ്ട് കൊടുത്തേക്കണേ തോബിയ സാറിൻ്റെ വീട്ടിൽ, അല്ലേ? പുള്ളി കൃത്യം അഡ്രസ്സും ഒക്കെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് തോബിയാവിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ നിന്നാണെന്ന് പറയണം. ഒന്നും നഷ്ടപ്പെടുത്തല്ലേ. ഒരു ദാക്ഷിണ്യം വേണ്ട, തൂക്കിയെടുത്ത് ഒറ്റ ഏറ്, വീട്ടു സാമാനം എടുത്ത് ഒരു ഏറ്. അടുത്ത വാക്യം. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു. ഇങ്ങനെ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. സാധനം മാത്രം എടുത്ത് കളഞ്ഞാൽ പോരാ, ഇതിനകത്ത് ഇത്രയും നാൾ എന്തൊക്കെയാ സംഭവിച്ചത്? ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. നിലയും ഞാൻ ഇവിടെ പ്രാർത്ഥന നടന്നു. ആദ്യത്തെ ദിവസം എന്തുവരെ നടന്നേ വന്നവർക്കറിയാം. റിപ്പൻറ്റൻസ് ആയിരുന്നു, വേറൊന്നുമല്ല. ദൈവസഭ റിപ്പൻറ്റ് ചെയ്യണം, ഒരു ശുദ്ധീകരണം, അല്ലേ? ഇതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിലും കുടുംബങ്ങളിലും ഒരു സമൂലമായൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. കാര്യം ശത്രു അടക്കി വെച്ചിരുന്ന കാലത്ത് എന്തൊക്കെയാണ് അത് സംഭവിച്ചത് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? അല്ലേ? എന്തൊക്കെയായിരിക്കും ഇവിടെ നടന്നത്? അതല്ല ഇപ്പോൾ സൽക്കാലം സാധനങ്ങളെടുത്ത് വെളിയിൽ കളഞ്ഞു, നമ്മൾ തിരിച്ച് നമ്മൾ അവകാശം പിടിച്ചെടുത്തു. പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ശുദ്ധീകരണം നടന്നു. അവിടെ ദൈവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തിരിക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. അതിൻ്റെ അർത്ഥം ഇതൊക്കെയായിരുന്നു അവിടെ ഇരിക്കേണ്ടത്. എന്താണ്? ദൈവാലയത്തിലെ ഉപകരണങ്ങൾ. ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ഇരിക്കേണ്ടിടത്ത് എന്താ ഇത്രയും നാൾ ഇരുന്നത്? തോബിയാവിൻ്റെ ഫർണിച്ചർ. അല്ല ചോദിക്കേ, ദൈവാലയത്തിലെ സാധനങ്ങൾ ഇരിക്കേണ്ടിടത്ത് ഇരിക്കുന്നത് എന്താണ്? ശത്രുവിൻ്റെ ഫർണിച്ചർ. ആരെങ്കിലും ദൈവാലയത്തിൽ ഇരിക്കേണ്ട കാര്യങ്ങൾ ദൈവാലയത്തിൽ ഇരിക്കണം, അതിന് സ്ഥലമില്ല. പകരം എന്താ ഇരിക്കുന്നത്? ശത്രുവിൻ്റെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അടുത്തത് ഭോജനയാഗം കുന്തിരിക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. ഇതൊക്കെയാണ് ആ മുറിയിൽ വെക്കേണ്ടിരുന്ന സാധനങ്ങൾ. ഇതൊക്കെ അവിടെ ഇരുന്നത് കൊണ്ട്. പക്ഷേ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആർക്കൊഴിഞ്ഞു കൊടുത്തു?
ശത്രുവിന് ഒഴിഞ്ഞു കൊടുത്തു, തോബിയാവിന് ഒഴിഞ്ഞു കൊടുത്തു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് നമുക്കറിയാം. എൻ്റെ ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഇതെല്ലാം മടക്കി കൊണ്ടുവന്നപ്പം, അല്ലേ, അവിടെ തിരിച്ചു കൊണ്ടുവന്നപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 4-ാം അധ്യായം 27-ാം വാക്യം. നേരത്തെ ഞാൻ പറഞ്ഞ വാക്യം തന്നെയാണ്, അത് റെഫറൻസ് പറഞ്ഞതേ ഉള്ളൂ. എഫേസ്യർ 4:27. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഇവിടെ ഇടമല്ല കൊടുത്തത്, ഒരു മുറി തന്നെ കൊടുത്തു. പിശാചിന് ഇടം എന്ന് പറഞ്ഞത് അത് മുറി ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ചിലപ്പം പറയും പിശാചിന് തീറെഴുതി കൊടുക്കുക, അവകാശം സ്ഥാപിച്ചു കൊടുക്കുക. നമ്മൾ അവനുമായിട്ട് എന്തെങ്കിലും ഡീഡ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? ഈ നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്ന റെൻ്റ് അഗ്രിമെൻ്റ് വയ്ക്കുന്ന പോലെ പിശാചുമായിട്ട് എന്തെങ്കിലും നമ്മൾ ഡീഡൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മളതൊക്കെ തിരിച്ചെടുക്കണം പ്രിയപ്പെട്ടവർ. അതെല്ലാം തിരിച്ചെടുക്കേണ്ട സമയമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്താൻ പോവാം, കൂടുതലൊന്നും പറയണ്ട. ഇവിടെ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം ഉണ്ടെന്നുള്ള ഓർക്കണം. 54 യെശയ്യാവ് 54:17 വാക്യം. ഐസയ്യാ ചാപ്റ്റർ 54:17. യെശയ്യാവ് 54:17 വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത് ഓർക്കണം പ്രിയപ്പെട്ടവര്. നമുക്ക് നേരെ ഉണ്ടാക്കുന്ന, നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലങ്ങെടുക്കണം. നോ വെപ്പൺ ദാറ്റ് ഈസ് ഫോംഡ് അഗൈൻസ്റ്റ് thee shall prosper. അല്ലേ? എനിക്കെതിരെ പിശാച് പലതരം തന്ത്രങ്ങൾ മെനയും, പക്ഷെ അതൊന്നും തന്നെ ഫലിക്കയില്ല. അത് ഓർക്കണം. പക്ഷേ നമ്മളായിട്ട് മുറി തുറന്നു കൊടുത്ത് ശത്രുവിനെ അകത്ത് കയറ്റി അവൻ്റെ സാധനം അകത്ത് വയ്ക്കാൻ നമ്മൾ അനുവാദം കൊടുത്താൽ, അവൻ്റെ ഭീഷണിയിൽ, അവൻ്റെ കോംപ്രമൈസിൽ, അവൻ നമ്മളെ നിന്ദിച്ചു പരിഹസിച്ചപ്പം പെട്ടെന്ന് നമ്മളങ്ങ് ഈ പറഞ്ഞ പോലെ ഫെൽറ്റ് അടിക്കരുത്. ശരി, അവൻ നിന്ദിച്ചു പരിഹസിച്ചു, സാരമില്ല, അവൻ ഉറക്കെയാ പറയുന്നത്, ശരിയാ, ഇല്ല, അവനവിടെ ഒന്ന് പ്രസംഗിക്കുക. ആലോചിക്കും, നമ്മുടെ വീടിൻ്റെ നടയിൽ വന്ന് നമുക്കെതിരെ ഒരുത്തരങ്ങ് വിളിച്ച് മൈക്കും വെച്ച് പ്രസംഗിച്ചാൽ നമുക്ക് ഭയങ്കര എല്ലാവരും കേട്ടു. അതെ, ചിലപ്പോൾ പിശാച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിശാചിൻ്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിലൊന്നും നമ്മൾ വീഴേണ്ട പ്രിയപ്പെട്ടവരെ. അവൻ്റെ ഒരു സ്ട്രാറ്റജിയും അത് നമുക്കെതിരെ ചിലവാകത്തില്ല എന്നിവിടെ അപ്പോസ്തലൻ പറയുന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളായിട്ടൊരു കാര്യം ചെയ്തേക്കണം. എന്താണ്? നെവർ ഗിവ് റൂം ടു ദി എനിമി, നെവർ ഗിവ് ഹിം എ ഫുട് ഹോൾഡ്. അവനൊരു ഒരു കാല് വയ്ക്കാൻ പോലും സ്ഥലം കൊടുക്കരുത്. കൊടുത്താൽ അവൻ പിശാചാണ്, ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ്. അല്പം ഒന്ന് കൊടുത്താൽ അവൻ കയറി അകത്ത് വന്ന് മുഴുവൻ അവനങ്ങ് പിടിച്ചെടുക്കും. ഇന്ന് ശാന്തമായിട്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാമോ? എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഞാൻ പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ട്? ശത്രുവിന് എവിടെയൊക്കെ ഞാൻ മുറി തുറന്നു കൊടുത്തിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ അറകൾ എവിടെയൊക്കെ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്? പിശാചിനെ ഉപയോഗിക്കാൻ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് അതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കണം. അത് തിരിച്ചെടുത്തേ പറ്റൂ പ്രിയപ്പെട്ടവരെ. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവന് യാതൊരു കാര്യവും, ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് അസ്. നമ്മുടെ മേലെ അവന് യാതൊരു കാര്യമില്ല, നമ്മുടെ മക്കളുടെ മേലും കാര്യമില്ല, നമ്മുടെ കുടുംബങ്ങളുടെ മേലും അവന് കാര്യമില്ല, ദൈവസഭയിലും അവന് കാര്യം ഇല്ല. പക്ഷേ അവന് നമ്മൾ അവസരവും അല്ലെങ്കിൽ അവകാശം തീർത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളവന് എഴുതി കൊടുത്താൽ, തീർച്ചയായിട്ടും ഹി ഹാസ് റൈറ്റ്ഫുൾ റൈറ്റ്. കാര്യം അവൻ വന്ന് എടുത്തതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിശാചിന് എത്ര അധികാരം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അത്രയേ ഉള്ളൂ അധികാരം. മനസ്സിലായോ? അല്ലേ? ഹൗ മച്ച് പവർ ഡസ് സേറ്റൻ ഹാസ് എന്ന് വെച്ചാൽ ആസ് മച്ച് ആസ് യു ഗിവ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ പിശാചിന് അധികാരം നമ്മുടെ മേലുള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ തന്നെയാണ് കൊടുത്തത്, അല്ലേ? നമ്മൾ കൊടുത്തിട്ട് ഇനി കിടന്ന് കരയരുത്. കൊടുത്തെങ്കിൽ എന്ത് ചെയ്യണം? തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയാൽ അത് തിരിച്ചെടുക്കാൻ മടിക്കരുത്. അവിടെ നോക്കിയേ, ആ മുറി തുറന്ന് ആ സാധനങ്ങളെടുത്ത് എറിഞ്ഞു കളയാൻ മടിച്ചില്ല. അങ്ങനെ മടിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. തിരിച്ചെടുത്തുകൊണ്ട് ആദ്യം ചെയ്ത കാര്യം ഒരു ശുദ്ധികലശം നടത്തിയെന്നുണ്ട്. ഇന്ന്
നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമ്മൾ പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ കേട്ട സന്ദേശത്തിൽ പോലും നമ്മുടെ വായു ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അതിലൂടെ എല്ലാം പിശാചിന് നമ്മൾ ഇടം കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഒരാളോട് കോപം വെച്ചുകൊണ്ടിരുന്നാൽ അതിലൂടെ എല്ലാം നമ്മൾ പിശാചിന് ഇടം കൊടുത്തുകൊണ്ടിരിക്കുക. ഒരാൾ ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ എന്ത് ചെയ്യണം? അത്രയും ഒരറ ഞാൻ പിശാചിന് കൊടുത്തു കഴിഞ്ഞു അല്ലേ? ഈ ലോകത്തിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് അനുവദിക്കാത്ത കാര്യങ്ങളിലേക്കാണ് എപ്പോഴും എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം. അവിടെ ആണെങ്കിൽ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇനി നമ്മുടെ ഹൃദയത്തിൽ അറയിൽ എവിടെയെങ്കിലും ദൈവത്തിന് അല്പം സ്ഥലമുണ്ടോ? ഉള്ള എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് എല്ലാ അറകളും നമുക്കൊന്ന് ശുദ്ധീകരിക്കാൻ പ്രിയപ്പെട്ടവരെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ട്, എല്ലാവരും ഒരു നിമിഷം ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിച്ചാട്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കി, കർത്താവ് എൻ്റെ ജീവിതത്തെ ഒന്ന് വാസ്തവമായിട്ടൊന്ന് ശുദ്ധീകരിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവ്. എൻ്റെ ജീവിതത്തെ ഞാൻ എവിടെയെല്ലാം ഞാൻ കർത്താവെ ഞാൻ മുറി തുറന്നു കൊടുത്തു പോയിട്ടുണ്ടോ അതെല്ലാം എന്നോട് ക്ഷമിച്ച് ഞാനിന്ന് കർത്താവെ ബോധപൂർവം ഞാനായിട്ട് കർത്താവെ മുറി തുറന്നു കൊടുത്ത, അല്ലെങ്കിൽ ഞാൻ കർത്താവെ ആക്സസ് കൊടുത്ത എല്ലാ ആക്സസുകളും ഞാൻ ഡിനൈ ചെയ്യുന്നു. ഞാനിന്ന് അതെല്ലാം കർത്താവെ ഞാൻ പൂട്ടിയെടുക്കുന്നു എന്ന് പറയത്തില്ലേ? ഞാൻ ഈ മുറി ഒഴിപ്പിച്ച് ഞാൻ എടുത്ത താക്കോലിപ്പോൾ എൻ്റെ കയ്യിലാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മേലിൽ പിന്നെ അവകാശമുള്ള. അതുപോലെ നമ്മൾ എവിടെയെല്ലാം പിശാചിന് കൊടുത്തു പോയിട്ടുണ്ടോ അതെല്ലാം നമുക്കൊന്ന് മടക്കിയെടുക്കാം പ്രിയപ്പെട്ടവരെ, മടക്കിയെടുക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.